എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്നേഹമുള്ള സഹോദരിമാരെ, നമ്മുടെ മനസ്സിൽ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുണ്ട്. ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. നമ്മളൊക്കെയും മക്കളുള്ളവരാണ്. രാവിലെ നമ്മുടെ വീട്ടിൽ നിന്ന് വിദ്യാലയത്തിലേക്ക് ഇറങ്ങുന്ന ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഈ കുഞ്ഞ് ഏതെങ്കിലും ഒരു കെണിവലയിൽ പെട്ടുപോകുമോ എന്ന് പേടിക്കാത്ത ഉത്തരവാദിത്തമുള്ള ഒരു രക്ഷിതാവും ഇന്നില്ല. ഓരോ കുട്ടിയും കയറി വരുമ്പോൾ, പടച്ചവനെ, എൻ്റെ മകൾ വല്ല പ്രണയത്തിൻ്റെയും കെണിവലയിൽ പെടുമോ, എൻ്റെ ആൺകുട്ടി ഏതെങ്കിലും ലഹരിക്കടിമപ്പെടുമോ എന്ന് ഭയപ്പെട്ട് വല്ലാതെ നീറുന്ന ബേജാറുള്ള മനസ്സോടുകൂടെയാണ് ഓരോ രക്ഷിതാവും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മാരകമായ രോഗങ്ങൾ ഒരുപാട് പടർന്നു പിടിക്കുന്ന കാലമാണിന്ന്. ക്യാൻസറും കിഡ്നി രോഗങ്ങളും അതുപോലെയുള്ള എത്രയോ അസുഖങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ അയൽപക്കത്ത് പോലും അത്തരം രോഗികൾ വന്നുപോയി. നമ്മുടെ വീടുകളിൽ വരെ അത്തരം രോഗികൾ ഉണ്ടായിപ്പോയി. പ്രിയമുള്ളവരെ, മുസ്ലിം ഉമ്മത്ത് എന്ന നിലയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ജുമാ നിസ്കാരം പോലും സമയം മാറ്റിവെക്കണമെന്ന് നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പറയുമ്പോൾ, ഈ ഒരവസ്ഥയിലേക്ക് നമ്മളെല്ലാം പോകുമ്പോൾ നമുക്കേകമായ അവലംബമുള്ളത് അല്ലാഹു റബ്ബുൽ ആലമീൻ, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സഹായമല്ലാതെ മറ്റൊരു പ്രതീക്ഷയും മറ്റൊരവലംബവും നമുക്കില്ല. അള്ളാഹുവിനെ ഓർക്കുന്നവരെ അള്ളാഹു ഓർക്കും, അള്ളാഹുവിനെ ഓർക്കുന്നവരെ അള്ളാഹു സഹായിക്കും. അതുകൊണ്ട് അലാ ബില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ ഓർക്കുമ്പോഴാണ് നമ്മുടെ മനസ്സുകൾ ശാന്തമാകുന്നത്, നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനം വരുന്നത്. ഏതേതു പ്രശ്നങ്ങൾ വരുമ്പോഴും ഖാലിഖായ അള്ളാഹുവിൻ്റെ കൂടെയുണ്ട് എന്ന വിചാരം നമ്മളിൽ വരുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്കൊരു സമാധാനമാണ്. എൻ്റെ കുട്ടി വീടിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിനാണെങ്കിൽ അവനൊരു കെണിവലയും പെടാൻ പോകുന്നില്ല. എൻ്റെ പെൺകുട്ടി എൻ്റെ വീട്ടിൽ നിന്ന് വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ അവൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണെങ്കിൽ അവൾക്ക് യാതൊരു മുസീബത്തും വരാൻ പോകുന്നില്ല, ഒരു രോഗവും നമ്മളെ പിടികൂടാൻ പോകുന്നില്ല, ഒരു ഭരണാധികാരിക്കും നമ്മ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമുക്കുണ്ടാവേണ്ടത് എന്താണ്? വിഖായത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായമാണ്, അള്ളാഹുവിൻ്റെ സംരക്ഷണമാണ്. വിഖായത്തുല്ലാഹി അഗ്നത് അൻ മുളാഫത്തിൻ മിനദ്ദുറൂഇ വഅൻ ആലിം മിനൽ ഉത്മീ. അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെയും സംരക്ഷണം നമുക്ക് ആവശ്യമില്ല, പിന്നെ ഒരു അവലംബവും നമുക്ക് ആവശ്യമില്ല. ആ സംരക്ഷണം തേടിക്കൊണ്ടാണ് നമ്മൾ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്നത്. ഈ മജ്ലിസ് കൊണ്ട് അള്ളാഹു നമ്മുടെ ദുന്യവിയായ ഉഖ്റവിയായ മുഴുവൻ പ്രശ്നങ്ങൾക്കും ഖൈറായ പരിഹാരം നൽകുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, ബഹുവന്യരായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭരണാധികാരികൾ ശിക്ഷിച്ചു. അള്ളാഹുവിൻ്റെ ദീൻ ഉറക്കെ പറഞ്ഞതിൻ്റെ പേരിൽ തടവറയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. മുല്ലാ അലിയുൽ ഖാരി മിർക്കാത്തിന്റെ തുടക്കത്തിൽ എഴുതി വെച്ചതു കാണാം. അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹുവിനെ നിയമപാലകർ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനവറുടെ വസ്ത്രം താഴേക്ക് ഉരിഞ്ഞു വീഴാൻ തുടങ്ങി. താഴേക്ക് വീണ് ഇനി ഒരൽപ്പം കൂടെ താഴേക്ക് പോയാൽ എൻ്റെ ഔറത്ത് വെളിവാകുമെന്ന അവസ്ഥ വന്നപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലുള്ള ഏക വഴി എന്താണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അസ്മാഇകൽ ഹുസ്നാ, അല്ലാഹുവേ, നിന്റെ അസ്മാഉൽ ഹുസ്നയുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നിന്നോട് ചോദിക്കുന്നു. അല്ലാഹ്, ഞാൻ സത്യത്തിലാണ് ഉറച്ചു നിൽക്കുന്നതെങ്കിൽ എൻ്റെ ഔറത്തിദാ വെളിവായി ഞാൻ ജനങ്ങളുടെ മുന്നിൽ വഷളാകാൻ പോവുകയാ. എൻ്റെ വസ്ത്രം നീ തടഞ്ഞു നിർത്തണേ അല്ലാഹ്.
ഉടനെ ആരോ കെട്ടിവെച്ചതുപോലെ ആ വസ്ത്രം അവിടെ നിൽക്കുകയാണ്, താഴേക്ക് വീഴുന്നില്ല. മഹാനവറുകൾ ബോധം കെട്ട് വീണുകയാണ്. അല്പസമയം കഴിഞ്ഞുണർന്നപ്പോൾ മഹാനവറുകളുടെ ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഉസ്താദ് അവറുകളെ അങ്ങ് ദുആ ചെയ്തതെന്ന്? അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങൾ മറുപടി പറയുകയാണ്, ഞാൻ അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ദുആ ചെയ്തപ്പോൾ എനിക്ക് അല്ലാഹു ഉത്തരം നൽകിയതാണെന്ന്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് സഹോദരന്മാര് വലിച്ചെറിഞ്ഞപ്പോ, താഴേക്ക് വീണാൽ തല തല്ലി മരിച്ചു പോകുന്ന പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ, 2-3 സെക്കൻഡ് കൊണ്ട് നിലം പതിയുന്ന ഒരു കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ, കുഞ്ഞായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിലുള്ള ഏക അവലംബമേതാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ. ആ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുകയാണ്, ആ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ സമയം 2-3 സെക്കൻഡ് കഴിഞ്ഞാൽ നിലത്ത് പോയി തല തല്ലി മരിക്കുന്ന അത്രയും വലിയ കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വർത്തമാനം എന്താണ്? മനസ്സിലുള്ള ദിക്ർ എന്താണ്? ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതിയായവനാണ്. ബദറിന്റെ രണാങ്കണത്തിൽ എത്രയോ 3 ഇരട്ടി വരുന്ന സൈന്യത്തോട് പോരടിക്കുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഇടയ്ക്കിടെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. അരീഷിന്റെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടക്കുകയാണ്. പിന്നെയും വന്ന് നോക്കുമ്പോഴും സുജൂദിലാണ്, പിന്നെയും വന്ന് നോക്കുമ്പോഴും സുജൂദിലാണ്. ഞാൻ എൻ്റെ ചെവിയോർത്ത് നോക്കി, ഹബീബ് എന്താണ് ചൊല്ലുന്നതെന്ന്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഇത് മാത്രമാണ് സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ നിന്നപ്പോൾ ആകാശത്തുകൂടെ പറന്നു പോകുന്ന പറവകൾ പോലും കരിഞ്ഞുണങ്ങി നിലത്തി വീഴുന്ന അത്രയും വലിയ ഭീമാകാരമായ തീക്കുണ്ടാരമുണ്ടാക്കിയിട്ട് നമ്രൂദിന്റെ കിങ്കരന്മാർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വലിച്ചെറിയാൻ നിൽക്കുമ്പോ ഇബ്രാഹിം നബിയുടെ മുന്നിലുള്ള ഏക അവലംബം എന്താണ്? ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്നതാണ്. അതുകൊണ്ടല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയേറെ സുഖം അനുഭവിച്ച ദിവസങ്ങൾ തീക്കുണ്ടാരത്തിൽ ജീവിച്ച ദിവസങ്ങളെക്കാൾ മറ്റൊന്നുമല്ല. അത്രയും സുഖമായിരുന്നു എനിക്ക് തീക്കുണ്ടാരത്തിലെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ഭരണാധികാരി വിളിച്ചു. നാട്ടുകാര് പറഞ്ഞു, ഷാഫി ഇമാമിനെ കാണേണ്ടവരിപ്പ കണ്ടോ, ഇനി ഷാഫി ഇമാമിനെ കാണാൻ കിട്ടൂല. അത്രയും ധിക്കാരിയായ ഭരണാധികാരിയുടെ അരികിലേക്ക് വിളിച്ചപ്പോ ഷാഫി ഇമാം അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രാജാവ് എഴുന്നേറ്റു നിൽക്കുകയാണ്. എല്ലാവരും ചോദിച്ചു, തങ്ങൾ എന്താണ് ചെയ്തത് രക്ഷപ്പെടാൻ? എൻ്റെ മുന്നിൽ മറ്റവലംബങ്ങളില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ, ആ റബ്ബിനെ ഓർത്ത് ദിക്ർ ചൊല്ലി ഞാൻ ആ രാജാവിൻ്റെ സമക്ഷത്തേക്ക് അങ്ങ് ചെന്നപ്പോൾ രാജാവ് എന്നെ കണ്ട് പേടിച്ച് എഴുന്നേൽക്കുകയാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു പള്ളിയിലിരിക്കുകയാണ്. ആരോ വന്നിട്ട് പറഞ്ഞു, തങ്ങളുടെ വീടിന് തീ പിടിച്ചു തങ്ങളെ. എൻ്റെ വീടിന് തീ പിടിക്കൂല. അല്ല, ചുറ്റുഭാഗത്തുള്ള വീടുകൾ മുഴുവനും കത്തിക്കരിയുന്നത് കണ്ടിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്നാലും എൻ്റെ വീടിന് തീ പിടിക്കൂല. എല്ലാവരും കൂടെ ചെന്നപ്പോൾ അബൂദർദാ റളിയല്ലാഹു
അൻഹുവിന്റെ വീട് സുരക്ഷിതമായി നിൽക്കുകയാണ്. മറ്റെല്ലാ വീടുകളും കത്തിക്കരിഞ്ഞു പോയിരിക്കുകയാണ്. എന്തേ തങ്ങളെ? തങ്ങളുടെ വീടിന് വെച്ച സംരക്ഷണം എനിക്കെൻ്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന ദിക്ർ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. വിർദുൽ ലത്തീഫിൽ ആ ദിക്ർ നമ്മൾ എല്ലാ ദിവസവും പാരായണം ചെയ്യാറുണ്ട്. ആ ദിക്ർ അങ്ങ് ചൊല്ലിയാൽ പിന്നെ ഒരു മുസീബത്തും അവനെ ഏൽക്കുകയില്ല. എൻ്റെ ഹബീബ് എനിക്ക് പറഞ്ഞു തന്നതാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ദിക്റിൽ ഉറച്ച വിശ്വാസത്തോടുകൂടെ അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിച്ചാൽ പിന്നെ ഒന്നിൻ്റെയും ആവശ്യമില്ല. ആ സംരക്ഷണം നമ്മൾ ഇന്ന് ഈ മജ്ലിസിൽ നിന്ന് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് കബൂലാക്കുമാറാവട്ടെ.